ഹായ് സുഹൃത്തുക്കളെ, നമുക്കിന്ന് ഒരു വാട്ടർ ടാങ്ക് ഭൂമിൻ്റെ അടിയിലേക്ക് ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്ന ഒരു പണിയാണ് വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ JCB ചീറ്റച്ചിട്ട് കുഴിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഒരു ബെഡായിട്ടൊരു കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഇനി അതിൻ്റെ മുകളിൽ നെറ്റ് കെട്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്യാണ്ട് അതിനുള്ള പണിയിലാട്ട് ഇപ്പോൾ ഇതൊക്കെ. അപ്പോൾ നെറ്റ് കെട്ടുന്നതിൻ്റെ മുന്നേ ആദ്യം നമ്മൾ പുറം സൈഡ് അടിച്ച് സെറ്റാക്കിയാണ്. പുറം സൈഡ് അടിച്ചിട്ട് ഒക്കെ സെറ്റാക്കിയാലേ നെറ്റ് ഉള്ളിൽ കിട്ടാനേ. പിന്നെ പുറം സൈഡ് അടിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പുറം സൈഡൊക്കെ അടിച്ച് കഴിഞ്ഞ് ഉള്ളിൽ കമ്പി സെറ്റ് ചെയ്യണം കേട്ടോ. ഉള്ളിലെല്ലാം കമ്പി ആയിട്ട് ഒടിച്ചിട്ടേ കമ്പിയൊക്കെ സെറ്റ് ചെയ്തതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന പരിപാടിയിലാണ് ഇപ്പോൾ. കോൺക്രീറ്റ് ഇട്ട് കഴിയാനാണ് കുറച്ച് പണി കൂടി ഉണ്ട്. കോൺക്രീറ്റൊക്കെ ഏകദേശം ഒരു ഇതായി ഫിനിഷായി. സൈഡിൽ നമുക്ക് അടുത്ത ഉള്ളടിക്കാനുള്ള ഇതിൻ്റെ സൈഡിൽ ഗർഭ് വെച്ചിട്ട് ഒരു ബീഡിങ് പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 ഇഞ്ചിൻ്റെ വീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കോൺക്രീറ്റൊക്കെ ഇട്ട് സെറ്റാക്കി ബീഡിങ് ഒക്കെ റെഡിയാക്കി വെച്ച് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ എൻഡിൽ നമ്മൾ ഈ ഫുട്ബോൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ സൈഡ് വാൾ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ സൈഡ് വാൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ സൈഡിലെല്ലാം കമ്പി ഉണ്ടാവും. ഒരു 15 സെൻറ്റിമീറ്റർ ഫുള്ള് കമ്പി കെട്ടി സെറ്റാക്കി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ പല അടിക്കാനുള്ള പരിപാടിയാണ്. ഉൾസൈഡ് പല അടിക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഉൾസൈഡൊക്കെ പല അടിച്ച് 2 സൈഡ് ഏകദേശം കഴിഞ്ഞ് 4ാമത്തെ സൈഡിൻ്റെ രണ്ട് ഭാഗത്ത് കൂടി പലക സെറ്റ് ചെയ്യാണ്ട് ബാക്കിയൊക്കെ നമ്മൾ ഷീറ്റാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ചെയ്ത് 2 സൈഡിൻ്റെ കുറച്ച് ഭാഗം കൂടി ഒന്ന് പലക ജോയിൻറ്റ് ചെയ്യാണ്ട് കേട്ടോ. ആ പലം കൂടി ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലെ പണികളൊക്കെ ഒരുവിധം ഫിനിഷാവും. ഉള്ളിലെ പണി ഫിനിഷായിട്ട് വേണം നമുക്ക് ഇതിനൊക്കെ സ്റ്റേ ചെയ്യാണ്ട്, അങ്ങോട്ട് കൊണ്ട് തിങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യുന്ന പരിപാടിയൊക്കെ ചെയ്യാണ്ട്. പുറത്തൊക്കെ സ്റ്റേ ചെയ്ത് റെഡിയാക്കി വെച്ചിന്. ഇനിയിപ്പോൾ ഉള്ളിൽ ഈ ഒരു 2 സൈഡും കൂടി ഒന്ന് ഫില്ല് ചെയ്യാണ്ട് പലകൻ്റെ ഒരു ഭാഗം ഷീറ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗം പലക വെച്ച് സെറ്റ് ചെയ്യാണ്ട് അത് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഫില്ലായിന്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേ ഒക്കെ ഒരുവിധം സ്റ്റേ ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിന് കേട്ടോ. സ്റ്റേ ഒക്കെ അടിച്ച് നല്ല ഉഷാറാക്കി വെച്ചിന്. 4 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്ററാണ് കനം കേട്ടോ. 4 ഇഞ്ച് കനത്തിലാണ് ഇത് ചെയ്യുന്നത്. അതൊക്കെ റെഡിയാക്കി വെച്ച് വലുവൊക്കെ അടിച്ച് സെറ്റാക്കി ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കോൺക്രീറ്റ് വെച്ചിട്ടുള്ള പരിപാടികളാണുള്ളത്. കോൺക്രീറ്റ് ഒന്ന് വന്നാൽ അതിൻ്റെ പണികളൊക്കെ അതിൻ്റെ കൂടെ നടക്കും കേട്ടോ. എല്ലാ ഭാഗത്തും സ്റ്റേ ഒക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ചെയ്ത് വെച്ചത്. ബാക്കിയൊക്കെ കോൺക്രീറ്റ് ഇടുമ്പോഴേ അറിയാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. എല്ലാ ഭാഗത്തും നല്ല ക്ലിയറായിട്ടാണ് സ്റ്റോപ്പർ അടിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ് ഇട്ടത്. ഏകദേശം ഒരു 2 മീറ്ററിൻ്റെ മുകളിൽ നീളം, 1.50 വീതി, അതുപോലെ 1.50 ഹൈറ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ കോൺക്രീറ്റ് ഒരു റൗണ്ട് കോൺക്രീറ്റാണ് ഇട്ടത്. ഒരു റൗണ്ട് കോൺക്രീറ്റ് ഇട്ട് വൈബ്രേറ്ററൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ തുടർച്ചയായിട്ട് ഇടൽ ബുദ്ധിമുട്ടാവും, കാരണം അതൊക്കെ പല സ്റ്റേൻ്റെ മുകളിൽ നിൽക്കണമല്ലേ. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ഇടുകയാണ്. കോൺക്രീറ്റ് അവിടെ 2-3 ആൾ കോൺക്രീറ്റ് വെച്ച് റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്. 2 ആളവിടെ കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഒരാൾ ഒറ്റ കുത്തി കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ്. ഒരു റൗണ്ട് ഒരു ലെയറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ 2ാമത്തെ ലെയർ ഇങ്ങനെ ഇടുകയാണ്. അതിന് മുന്നേ നമ്മൾ ഗ്രൗട്ടൊക്കെ വെച്ച് നല്ല ഗ്രൗട്ടൊക്കെ വെച്ചിട്ട് ഫിക്സിറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഗ്രൗട്ട് വെച്ച് സെറ്റാക്കിയിട്ടാണ് അവിടെ ചെയ്ത്. ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റ് കൊണ്ടുവരുന്നുണ്ട്. പരപ്പനങ്ങാടിയുള്ള ടീമാണിത് കേട്ടോ. സേനിക്കാൻ്റെ ടീമാണിത്. കോൺക്രീറ്റിനെ ഒരു 3 ആൾ വന്നിട്ടാണ് ചെയ്യുന്നത്. കോൺക്രീറ്റ് പതുക്കെ ചുരുങ്ങി അല്ലെങ്കിൽ 4 ഇഞ്ചല്ലോ വീതിയുള്ളൂ. അപ്പോൾ അതിന് ബദൽ ഞങ്ങൾ ഉള്ളിൽ സൈഡ് കുറച്ച് ഹൈറ്റ് കൂട്ടിയാണ് വെച്ചത്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനേ ഒരു ഭംഗിയാവും. അപ്പോൾ ഏകദേശം പണി ഫുൾ ഫിനിഷായി കേട്ടോ. പണിയൊക്കെ നല്ല ഫിനിഷായി ഉഷാറായിട്ട് പരിപാടി കഴിഞ്ഞത്. കണ്ടപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗങ്ങൾ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.